സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ ആണ്. MGK മേനോൻ. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് ക്രെട്ടനീസം. കുട്ടികളിൽ ഉണ്ടാക്കുന്നു ക്രെട്ടനീസം. മിക്സഡിമ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് തൈറോക്സിന്റെ കുറവ് മൂലം. സംസാരിക്കാനോ വായിക്കാനോ എഴുതുവാനോ കഴിയാത്ത അവസ്ഥ. സംസാരിക്കുവാനോ വായിക്കുവാനോ എഴുതുവാനോ കഴിയാത്ത അവസ്ഥ അഫേസിയ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ OS സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ്. ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം. ഡോക്ടർ ഹർമാറ്റൻ ആണ്. ഹർമാറ്റൻ. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദി ആണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് KK അളപ്പനാണ്. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷി സങ്കേതം ഏത്? വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷി സങ്കേതമാണ് പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം നേടിയത്. ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറാണ്. ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. വാഗൻ ട്രാജഡി നടന്ന വർഷം. വാഗൻ ട്രാജഡി നടന്നത് 1921. 1921. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായിട്ട് ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥ. ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ എന്ന് കമന്റ് ചെയ്യുക. ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് കമന്റ് ചെയ്യുക. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ. സുജാത വി മനോഹർ. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടം. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആര്? ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് 2010. 2010. ഒരു ഹൃദയസ്പന്ദനത്തിന് ഏകദേശം വേണ്ട സമയം 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ് ഒരു ഹൃദയസ്പന്ദനത്തിന് ഏകദേശം വേണ്ട സമയം. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്നത്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്?
സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. ചമയങ്ങളില്ലാതെ എന്ന കൃതി മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിന്റെ ആത്മകഥയാണ്. ആരാണ് ഈ താരം? ചമയങ്ങളില്ലാതെ എന്നത് മമ്മൂട്ടിയുടെ ആത്മകഥയാണ്. മമ്മൂട്ടി. 108 മണിക്കൂർ പുല്ലാങ്കുഴൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി. 108 മണിക്കൂർ പുല്ലാങ്കുഴൽ വായിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി മുരളി നാരായണൻ. മുരളി നാരായണൻ. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡ്. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ ആണ്. ടിപ്പു സുൽത്താൻ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമേത്? ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. മാപ്പിള ലഹള എന്നറിയപ്പെടുന്നതും മലബാർ കലാപമാണ്. ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ ഗാനം. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് മോഹൻ കൗൺസ്. മോഹൻ കൗൺസ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ലഡാക്ക്. ജഡായു പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ചടയമംഗലം. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി. ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് SN അഗർവാൾ ആണ്. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് ആരാണ്? SN അഗർവാൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ് ആണ്. യൂട്ടറസ് മാക്സിമസ്. മല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. മല്ലിശൈ മന്നൻ MS വിശ്വനാഥനാണ്. MS വിശ്വനാഥൻ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമീറ്റർ. അമീറ്റർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ പിണ്ഡം. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ ഗീതം 1950 ജനുവരി 24. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. 1957 ഏപ്രിൽ 1. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഏതു തരം ചലനമാണ്? ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനം. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതം ഏൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ജോഗ്രഫി ഗ്രീക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏത്? അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളി.
സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുവാൻ തുടങ്ങിയ വർഷം. ട്രോളിംഗ് നിരോധനം 1988 മുതലാണ്. 1988. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. PPE കിറ്റുകളുടെ പൂർണ്ണരൂപം. PPE കിറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കിറ്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കിറ്റ്. ISROയുടെ ആപ്തവാക്യം. ISRO മാനവരാശിയുടെ സേവനത്തിനായി. മാനവരാശിയുടെ സേവനത്തിനായി എന്നതാണ് ISROയുടെ ആപ്തവാക്യം. ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ ആര്? ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ CK ലക്ഷ്മണനാണ്. CK ലക്ഷ്മണൻ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ട. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? അനൂസാറ്റ്. അനൂസാറ്റ് നിർമ്മിച്ചത് അണ്ണാ സർവകലാശാലയാണ്. ISROയുടെ മേൽനോട്ടത്തിൽ. ഇന്ത്യയുടെ പ്രഥമ ചാര ഉപഗ്രഹമായിട്ട് അറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ ചാര ഉപഗ്രഹമായിട്ട് അറിയപ്പെടുന്നത് എമിസാറ്റ് ആണ്. എമിസാറ്റ്. ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം. 1986 ആണ്. 1986. എന്താണ് മെലോഫോബിയ എന്നാൽ? മെലോഫോബിയ എന്നാൽ സംഗീതത്തോടുള്ള പേടിയാണ് മെലോഫോബിയ. അയ്യങ്കാളി രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏത്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. തീയരുടെ വക ഒരു മലയാള മാസിക എന്നറിയപ്പെട്ട മാസിക ഏതാണ്? തീയരുടെ വക ഒരു മലയാള മാസിക എന്നറിയപ്പെട്ടത് മിതവാദിയാണ്. മിതവാദി. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. ബംഗ്ലാദേശ് വിമോചനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിലെ തെക്കേറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ തെക്കേറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പാറച്ചാല. 1958 ഒരെണ്ണ സമരം നടന്നത് എവിടെയാണ്? 1958 ഒരെണ്ണ സമരം നടന്നത് കുട്ടനാട്ടിലാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്ഗെ. വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം. 2010. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് 2010. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. ഒരു ബാരൽ എത്ര ലിറ്ററിന് തുല്യമാണ്? ഒരു ബാരൽ എന്നത് 159 ലിറ്ററിന് തുല്യമാണ്. 159 ലിറ്ററിന് തുല്യമാണ് ഒരു ബാരൽ എന്നത്. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല. കണ്യാർകളി പാലക്കാട്. പാലക്കാട്. 1941 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മഹാത്മാ ഗാന്ധി ആശ്രമം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ. ആശ്രമത്തിന്റെ പേര് മഹാത്മാ ഗാന്ധി ആശ്രമം. സ്ഥാപിച്ചത്
ഗദർദാസ് TP ഗോപാലപിള്ളയാണ്. ഗദർദാസ് TP ഗോപാലപിള്ള. കഥ തുടരും എന്നത് ഏത് ചലച്ചിത്ര നടിയുടെ ആത്മകഥയാണ്? കഥ തുടരും എന്നത് KPSC ലളിതയുടെ ആത്മകഥയാണ്. KPSC ലളിത. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകാണ്. കുരുമുളക്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് ആര്? കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്, കേരളത്തിൻ്റെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ കൊക്കോ കൃഷിയിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? കൊക്കോ കൃഷി ഇടുക്കിയാണ്. ഇടുക്കി. വായുവിൽ പ്രതിധ്വനി കേൾക്കുവാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്ററാണ്. 17 മീറ്റർ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് ആര്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകമാണ് രചിച്ചത് പാറമാക്കൽ തോമാക്കത്തന. പാറമാക്കൽ തോമാക്കത്തന. ഏത് വാഹനത്തിലാണ് 1984 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്? സോയൂസ് T-11 ആണ്. സോയൂസ് T-11. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ് ദേശായി. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം ശ്രീലങ്ക. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളെ വിളിക്കുന്നത് ക്ഷുദ്ര ഗ്രഹങ്ങൾ. ഏതൊക്കെ ഗ്രഹത്തിനിടയിലാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത്, ചതുപ്പുവാതകം മീഥേൻ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള. ജിപ്സം, ഫ്ലൂർസ്പാർ എന്നിവ എന്തിൻ്റെ അയിരാണ്? ജിപ്സം, ഫ്ലൂർസ്പാർ. കാൽഷ്യത്തിൻ്റെ അയിരാണ് കാൽഷ്യം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുവാൻ കാരണം? ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുവാൻ കാരണം പ്രതലബലം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ജമുന എന്ന ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന ഏത് നദി എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയാണ്. ആരുടെ പ്രശസ്തമായ ചിത്രമായിരുന്നു ഗ്രാമീണ ജീവിതം? അമൃത ഷെർഗിൽ. അമൃത ഷെർഗിൽ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. അവസാനത്തെ ചോദ്യം, പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോ ഇ മാർട്ടിൻ ആണ്. ഫ്രാങ്കോ ഇ മാർട്ടിൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.